നിരക്ഷരനായ ഒരു തെരുവ് കച്ചവടക്കാരന് സ്വന്തം ജീവിതത്തിൽ കാണാവുന്ന സ്വപ്നങ്ങളുടെ ഉയരമെത്രയാണ്? സ്വന്തം സ്വപ്നങ്ങളിൽ നിന്നും സ്വരുക്കൂട്ടി അയാൾക്ക് ജീവിതത്തിൽ സമ്പാദിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് കേരളത്തിൽ നമ്മുടെ കുട്ടികൾ കോപ്പി എഴുതി പഠിക്കുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെ വടക്കേ അതിർത്തിയും കടന്ന് മംഗലാപുരത്ത് ഒരു തെരുവ് കച്ചവടക്കാരൻ അത് സ്വന്തം ജീവിതത്തിൽ പകർത്തിയെഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 പതിറ്റാണ്ടെങ്കിലുമായി. കേരളത്തിൻ്റെ വടക്കുള്ളവർക്ക് മംഗലാപുരത്തോട് മറ്റേത് മലയാളി പട്ടണത്തോളം തന്നെ ഹൃദയടുപ്പമുണ്ട്. കന്നഡയും തുളവും ബ്യാരിയുമെല്ലാം പറയുന്ന ദക്ഷിണ കന്നഡയിലെ ഉൾഗ്രാമങ്ങളുടെ ജീവിത ഭാഷയും വടക്കുള്ള മലയാളത്തിൽ നിന്നും ഒട്ടും ഭിന്നമല്ല. മംഗളൂരുവിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള ഈ ദക്ഷിണ കാനറ ജില്ലാ പഞ്ചായത്ത് ഹൈസ്കൂളും കാഴ്ചയൊരു കാസർഗോഡൻ സ്കൂൾ പോലെ തന്നെ തോന്നിക്കുമെങ്കിലും അത് പകരുന്ന വിദ്യാഭ്യാസ സംസ്കാരം വേറെയാണ്. ഹരേക്കള ഹജ്ജബ്ബ എന്ന തെരുവ് കച്ചവടക്കാരൻ തലയിൽ ഓറഞ്ച് കൂട്ടയുമായി നടന്നു തീർത്ത ദൂരങ്ങളുടെ ആകെത്തുകയാണ് ഈ വിദ്യാലയം. രൂപം പോലെ തന്നെ വിനീതനാണ് ഈ മനുഷ്യൻ. ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ഒട്ടും അഭിനയിക്കാൻ അറിയില്ല. തൻ്റെ ത്യാഗത്തെക്കുറിച്ചും ചെറുതായി പോലും വിശദീകരിക്കാനേ അറിയില്ല. ഓറഞ്ച് വിറ്റ് ദിവസം 150 രൂപ മിച്ചം കിട്ടുന്നതിൽ നിന്ന് അയാൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം എന്നാൽ എല്ലാം വിശദീകരിക്കും. വളരെ ദൂരെ ദർലക്കട്ടിയിൽ പോയി പഠിക്കാൻ ഭാഗ്യമില്ലാതെ മണ്ണിൽ കളിച്ചു തീരുന്ന ബാല്യ ഹജ്ജബ്ബ തനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി മദ്രസയോട് ചേർന്ന് ഒരൊറ്റ മുറി സ്കൂൾ തുടങ്ങിയത്. ഇന്നത് പല മുറിയുള്ളൊരു പ്രസ്ഥാനമായപ്പോഴും ഹജ്ജബ്ബ പഴയതുപോലെ ആ മധുരനാരക കച്ചവടക്കാരൻ തന്നെ. അയാളുടെ ആത്മാർപ്പണം വായിക്കാൻ നമുക്ക് ദ്വിഭാഷിയെ വേണ്ട. അങ്ങനെ 28 കുട്ടിയാണ് 40 സെൻസ് സ്ഥലം വാങ്ങി അണ്ട് സെങ്ഷൻ മേൽക്കട 40 സെൻസ് മോള് 28 കുട്ടി 58 കുട്ടിയാകുമ്പോൾ നമ്മൾ റൗളത്തുറ മദ്രസ മുമ്പായില്ല ആരും നമ്പില്ല 40 സെൻസ് സ്ഥലം വാങ്ങി 40 സെൻസ് നമ്മൾ കയ്യിൽ 1 രൂപത്തെ പൈസ ഉണ്ടായില്ല. ജസ്റ്റ് ടൈം സദ്യസമയം ആണ്ട് അവന് ചൂടാ ഉച്ചാൻ പറയുന്നത് കാണാൻ. അപ്പോൾ മുംബൈ പോകുമ്പോൾ ഒരു 40 സെൻസ് നമ്മളെ മംഗളാപുരത്തിൽ വലിയൊരാളുണ്ടായി. ഹസ്രത്ത് സീതാനി ബീബി സാഫി സെമിനാറുണ്ടായി. നിങ്ങൾ കണ്ടിട്ടില്ല? സാഫി സെമിനാർ ചെയ്യാൻ കേരളക്കാരാണ്. സീതാനി ബീബി ദർഗ 5000 രൂപ തന്നിട്ടുണ്ട്. എപ്പത്തെ എൻ്റെ കയ്യിൽ 5000 രൂപ കൊണ്ടിട്ട് വേണ്ടി നമ്മൾ വെച്ച് കഞ്ചിപ്പീന് ഉഞ്ഞാജിന്നുണ്ട് മംഗളാപുരത്ത്. അയാൾ JCB തന്നു. ഇതിൻ്റെ കൊടുന്ന് വാങ്ങുമ്പോൾ 40 സെൻസ് പക്ക വാങ്ങി. അതിൻ്റെ എല്ലാം വാങ്ങിയിട്ട് 1 ഏക്കർ ഇന്നക്ക് എത്ര 1 ഏക്കർ 35 സെൻസ് സ്ഥലം വാങ്ങി ഉണ്ട്. ഇതിൻ്റെ വരിക ഇതിൻ്റെ വേറെ വേറെ ആൾക്കാർ സഹായിക്കും എല്ലാം കൂടെ ഉണ്ട്. ഇതിൻ്റെത് പിന്നെ ജെൻഡോ പാസ് അവിടെ എല്ലാം ഉണ്ട്. ഇത് സ്ഥലം എല്ലാം ഗവൺമെൻറ്റാണ് എൻ്റെ കയ്യിൽ തന്നത്. എനിക്ക് ആൾക്കാരല്ല ಎಲ್ಲ ಸರ್ಕಾರ എൻ്റെ കൈ മാധ്യമക്കാർ തോശി മാധ്യമം എൻ്റെ കൈ മറ്റുള്ളവർ നിങ്ങൾ അതിൽ ഇതിനൊരു നിമിത്തമായി. ഹജ്ജബ്ബയുടെ വിദ്യാലയത്തിൽ 2ാമത്തെ വർഷം കുട്ടികൾ 50ആയി. അതായത് 2001. ഓറഞ്ച് വിറ്റാൽ കിട്ടുന്നത് പോരാതായപ്പോൾ ഹജ്ജബ്ബ ലജ്ജിക്കാതെ പലരോടും കൈനീട്ടി. അങ്ങനെ 51,000 രൂപയ്ക്ക് 40 സെൻറ്റ് സ്ഥലം സ്വന്തമാക്കി. ഹജ്ജബ്ബയുടെ സ്വപ്നങ്ങൾക്ക് അങ്ങനെ സ്വന്തമായി ചുമരും മേൽക്കൂരയുമായി. 2006 കുട്ടികൾ 150ആയപ്പോൾ സർക്കാർ സഹായിച്ചു. കന്നഡപ്രഭ പത്രം ഹജ്ജബ്ബയെ 1 ലക്ഷം രൂപ നൽകി ആദരിച്ചു. അമീർ ഖാൻ അവതരിപ്പിക്കുന്ന CNN IBN ചാനൽ റിയൽ ഹീറോയായി തിരഞ്ഞെടുത്തപ്പോൾ ലഭിച്ച 5 ലക്ഷം രൂപ കൊണ്ട് ഹജ്ജബ്ബ സ്കൂളിന് 2ാം നിലയും പണിതു. ഒരു തെരുവ് കച്ചവടക്കാരൻ്റെ ഉജ്ജ്വലമായ ഈ വിദ്യാഭ്യാസ സേവന പ്രവർത്തനങ്ങൾ അന്ന് ചാനലിൽ അവതരിപ്പിച്ചത് മോഹൻലാൽ.
and welcome to this very special episode of Real Heroes with me, Mohanlal. As an actor, I have played the hero in so many of my films. But today, I'll bring you stories of real heroism. Heroism amongst ordinary people who have done extraordinary work. Hajjaba. He is fruit seller in Mangalore and he is illiterate. But such is his determination to educate others that he saved enough to set up a school for the children of New Padapu, his village. A for apple. B for ball. B for ball. The students of the government Gram Panchayat school in New Padapu village spend a few minutes every day trying to teach this fruit hawker to write his own name. D for duck. Hajjappa still cannot read or write without help, but he is the reason the children of New Padapu can. For it is through this illiterate orange seller's decade-long work that the village's underprivileged children now have a school to go to. നമ്മളെ മോഹൻലാലാണ് അവതരിപ്പിച്ചതല്ലേ? അല്ല തിരിപ്പിച്ചത് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് മോഹൻലാൽ. കണ്ടിരുന്നോ? ഇല്ലേ കണ്ടിട്ടില്ല. എൻ്റെ അതിൽ ഇതിൽ നെറ്റിലിട്ടിരുന്നാണ് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് കാട്ടെ. ഞാൻ വേറെ ആൾക്കാർ നിങ്ങൾക്കാൾ കാണാം. മോഹൻലാൽ കൂടെ ഞാൻ അഭിനന്ദനം കൊടുക്കാം. ഏക്കെന്ത് എനിക്ക് മോഹൻലാൽ കൂടെ സഹായിച്ചെങ്കിൽ ഞങ്ങൾക്ക് കുറയില്ലാത്ത മനുഷ്യനാണ്. എൻ്റെ പുറ ഇന്ന കൂടെ ഉണ്ട്. എൻ്റെ 3 കുട്ടി എൻ്റെ ഭാര്യ സുഖത്തിലെ കൂടെ ഉണ്ടായി. ആയാലും ഞാൻ കൂടെ അല്ല. പണം എന്താവണല്ല, വ്യക്തിയല്ല, ശക്തിയില്ല, ഹണം എന്താവണല്ല. നിരക്ഷരനായ ഒരു തെരുവ് കച്ചവടക്കാരൻ രാജ്യമറിയുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായി മാറിയ കഥയാണ് ഹജ്ജബയുടെ ജീവിതകഥ. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ ലിപിയില്ലാത്ത ബ്യാരി ഭാഷ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണ ലിപികളോടെയും അക്ഷരക്രമങ്ങളോടെയും തന്നെ ആദരിക്കപ്പെടുന്ന ജീവിതകഥയാണത്. അക്ഷരമറിയാത്ത ഹജ്ജബയെ സ്കൂളിലെ കുട്ടികളാണ് അക്ഷരം പഠിപ്പിച്ചത്. അക്ഷരത്തിന് അവസരങ്ങൾ ഉണ്ടാക്കിയ നിരക്ഷരനായ മഹാഗുരുവിന് കുട്ടികളുടെ ഗുരുദക്ഷിണയായിരുന്നു അത്. ഞാൻ കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയി. ഞാൻ അറിയാം അക്ഷരം. ഞാൻ അക്ഷരമില്ലാത്ത യോഗിയാണ്. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇല്ല അക്ഷരമില്ല. ആയെങ്കിലും റെസ്പോണ്ട് കിട്ടിപ്പോയി. നമ്മൾ പഠിച്ച ആൾക്കാരട്ട അക്ഷരമില്ലാത്ത മനുഷ്യൻ ഞാൻ ഇന്ത്യ പ്രസിഡന്റ് കൂടെ എൻ്റെ PH ചൊല്ല അക്ഷര APJ അബ്ദുൽ കലാം കൂടെ എഴുതിക്കൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സിസ്റ്റം നോക്കി പോയെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ കേട്ടു 2003, 4, 5, 6 ഇത് CNIB അവാർഡ് കിട്ടിയപ്പോൾ പക്കത്തെ ഞാൻ കമ്പ്യൂട്ടർ കൂടെ എഴുതിയിട്ടുണ്ട്. നമ്മളെ പത്ര കന്നഡ പാപ്പം എൻ്റെ റിയൽ ഹീറോയിൽ പത്തൻ്റെ മുമ്പേ വമച്ച് UR എന്നെ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യത്തിൽ കൂടെ അതിൻ്റെ കൂടെ ഞാൻ എഴുതിയിട്ട് MB ഇയാൾ നമ്മൾ APJ അബ്ദുൽ കലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ PHൻ്റെ ദസ്കത്തിരുന്നത് സ്കൂൾ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി കൂടെ ജോയിൻറ്റ് ദസ്കത്താണ്. STMC PH എന്നെ 16 ആടാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അരക്കള നീ പഠിപ്പാണ് HC പണി. അതെ ഞാൻ വളരെ ദൂരത്തുള്ള മനുഷ്യനാണ്. ഇപ്പം എൻ്റെ പ്രകൃതി ചേഞ്ച് ആയിപ്പോയി. എനിക്കൂടെ എനിക്ക് കുറേ പണിയെല്ലാം എൻ്റേതേ ഉണ്ട്. വെറും 28 കുട്ടികളും ഒരു കന്നഡ ടീച്ചറുമായി തുടങ്ങിയ ഹജ്ജബയുടെ സ്കൂളിൽ ഇപ്പോൾ 300 കുട്ടികളുണ്ട്. എല്ലാവരും ഹജ്ജബയുടെ കുട്ടികൾ തന്നെ. അതിരാവിലെ അധ്യാപകർ എത്തുന്നതിന് മുമ്പേ സ്കൂൾ തുറന്ന് തൂത്ത് വൃത്തിയാക്കുന്നതെല്ലാം ഹജ്ജബ തന്നെ. ഓർക്കണം, ഹജ്ജബ ഇപ്പോൾ സ്കൂളിൻ്റെ വൈസ് ചെയർമാനാണ്. ചെയർമാൻ മന്ത്രിയും. രാജ്യത്തിന് മാതൃകയാവുന്ന വിദ്യാലയം കാണാനെത്തുന്നവർക്ക് തെങ്ങിൽ കയറി ഇളനീരിട്ട് ചെത്തിക്കൊടുക്കുന്ന ലോകത്തെ ആദ്യത്തെ വൈസ് ചെയർമാനാവും ഒരുപക്ഷെ ഹജ്ജബ. അയാൾക്ക് ജീവിതം തന്നെ ഈ സ്കൂളാണ്. ദിവസത്തെ നിട്ട നിരന്തരം ಇಲ್ಲಿ ಬಂದುಕೊಂಡು ಬಾಗಿಲು ಬೀಗದ ಕೈ എൻ്റെ ഇതുവരെಗೆ ഉണ്ടായി. അപ്പോൾ ബീഗ ബയൽ കൂട്ടെന്നറിയല്ലേ. അതിൻ്റെ സമയം 8 മണി 9 മണിക്ക് ബയൽ തുറന്ന് ഞാൻ ചിലപ്പോൾ വെള്ളമില്ലാതെ കൊണ്ട് മോട്ടർ സ്റ്റാർട്ടാക്കി വെള്ളം ഇങ്ങനെല്ലാം ആക്കിയിട്ട് ചിലപ്പോൾ ശുദ്ധീകരണമാക്കിയിട്ട് ചിലപ്പോൾ ചില സംബന്ധം 9 മണി ഇതുവരെಗೆ കൂടെ തന്നെ ഉണ്ടായി. അപ്പം ഈ 10 കൊല്ലം കൂടെ ഉണ്ടായി. ഈ 10 കൊല്ലത്തിൽ എൻ്റെ കണസ് നിങ്ങൾ പറഞ്ഞില്ലേ ഒന്ന് എൻ്റെ ബീരിൻ്റെ കാണ ഇതിൽ ഞാൻ ശുദ്ധീകരിക്കണം. ഇത് ഇന്നലെ മാന്തി കൂടെ എൻ്റെ മോണ് ഞാൻ നാളെ കർണാടക ആരോഗ്യ സಚಿವರು പറഞ്ഞിട്ട് പറഞ്ഞ് നാളെ കൂടെ 7 മണി 7:30 മണി കൂടെ ഉണ്ടായി. എൻ്റെ ഗേറ്റിൻ്റെ പൈൻറ്റ് രാത്രി തൊട്ടതാണ്. എൻ്റെ മോണ് കിട്ടില്ല എൻ്റെ മൂന്നാൾ കൂടെ മണി ആ പൈൻറ്റ് ശുദ്ധീകരണമാക്കണം 7 മണി കൂടെ രാത്രി കൂടെ ഉണ്ടായി. പിന്നെ ഇണ്ട് നിങ്ങൾക്ക് നൻ്റെ പറഞ്ഞ് നേരെ ഉണ്ട് മംഗളാരത്ത് പോണേ നിങ്ങൾ പറഞ്ഞ് വളരെ സന്തോഷം. ഇപ്പം പറഞ്ഞ് നിങ്ങൾ ಬಂದೆ പറയും പറഞ്ഞ് ആ കൂടെ അഭിനന്ദന നിങ്ങൾ കൂടെ ಬಂದಿದೆ.
ഹജ്ജബ്ബ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ സ്കൂൾ വളർന്നപ്പോൾ സർക്കാർ ഏറ്റെടുത്തു. നല്ലത് തന്നെ. പക്ഷേ സ്കൂളിന് എവിടെയും ഹജ്ജബ്ബയുടെ പേരില്ല. ഒരുപക്ഷെ അയാൾ അതൊന്നും ആഗ്രഹിക്കുന്നുണ്ടായില്ല. സർക്കാർ വൈസ് ചെയർമാൻ്റെ പദവി നൽകിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അധികാരങ്ങളെക്കുറിച്ചൊന്നും അയാൾക്കറിവില്ല. എപ്പോഴും സ്കൂളിൻ്റെ ഇടനാഴിയിലോ ടെറസിലോ മൈതാനത്തിലോ കഞ്ഞിപ്പുരയിലോ എവിടെയായാലും സ്കൂളിൻ്റെ വെളിപ്പുറത്ത് തന്നെയുണ്ടാകും ഹജ്ജബ്ബ. താൻ ചെയ്തത് ഒരു മഹാപ്രവൃത്തിയാണെന്ന് നാടാകെ വാഴ്ത്തുമ്പോഴും ഹമ്പക്കട്ടയിലെ ഒരു മധുരനാരങ്ങ കച്ചവടക്കാരനായി തന്നെ കഴിയുന്ന ലാളിത്യമാണ് അയാൾക്കിഷ്ടം. അതാ പറഞ്ഞേ, ഒരു സാധാരണ ഒരു ഫ്രൂട്ട് സെല്ലർ വളരെ ഹരേക്കള എന്ന് പറഞ്ഞിരുന്ന ഗ്രാമത്തിൽ നിന്ന് ഇവിടെ എത്തി മംഗലാപുരം പോലുള്ള ടൗണിലെത്തി കടം മേടിച്ച നാരങ്ങയുമായിട്ട് ഓറഞ്ച് വിൽപ്പന നടത്തി അതിൽ നിന്ന് മിച്ചം വരുന്ന കാശ് ഉപയോഗിച്ചിട്ട് സ്കൂളെന്ന ആശയം തനിക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ തൻ്റെ സമുദായത്തിന് ലഭിക്കാത്ത തൻ്റെ നാട്ടുകാർക്ക് ലഭിക്കാത്ത ഒരു വിദ്യാഭ്യാസം എന്നൊരു നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിന് വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അത്ഭുതമായിട്ടുള്ള അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയോ അതിന് ലിപിയില്ല എന്നുള്ള കാര്യം പോലും അറിയാത്തൊരു മനുഷ്യനാണ് ഹജ്ജബ്ബ. അങ്ങനെയുള്ളൊരു മനുഷ്യനിൽ നിന്ന് ഇത്രയും വലിയൊരു ആശയം വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതാണ് അതിലൊരു ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യം. അയാൾ ചെയ്തൊരു കാര്യത്തിൻ്റെ അത് എത്രയോ തലമുറകൾക്ക് ഉപകാരപ്പെടാവുന്ന ഒരു കാര്യമാണ് ഹജ്ജബ്ബ ചെയ്തതെന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കിപ്പോഴും സംശയമാണ്. അതാണ് ഇത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വരുന്നൊരു തലമുറക്കല്ല, വരുന്ന എത്രയോ അനേകം നമ്മുടെ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാലും വരുന്ന അനേകം തലമുറകൾക്ക് വിദ്യ പകർന്നു കൊടുക്കാനുള്ളൊരു സ്ഥാപനമാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡെപ്ത് ഇതുവരെ ഹജ്ജബ്ബ മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ ഈ ഇതിൻ്റെ സേവനം ലഭിക്കുന്നവർ പോലും ഹജ്ജബ്ബയുടെ ഒരു സേവനത്തെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള കാര്യത്തിലും സംശയമാണ്. ഹജ്ജബ്ബയുടെ ഒറ്റമുറി സ്കൂൾ വളർന്ന് ഇപ്പോൾ 10 മുറികളായി. 1.5 ഏക്കർ സ്ഥലവും ആധുനിക സജ്ജീകരണങ്ങളുമായി. മുറികൾ പലതും ഹജ്ജബ്ബ സ്വന്തം വരുമാനത്തിൽ നിന്നും പിന്നെ സംഭാവന പിരിച്ചും കടമെടുത്തും കെട്ടിയുയർത്തിയതാണ്. ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ചു. പഠിക്കുന്ന കുട്ടികളിൽ 3/4 പങ്കും പെൺകുട്ടികളാണ്. ബ്യാരി മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ. ഹജ്ജബ്ബയെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി ഇതുവരെ ആരും വിശേഷിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് വിശേഷിപ്പിക്കാം. ഹജ്ജബ്ബയുടെ സ്വപ്നം ഇനിയൊരു കോളേജാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിൽ കൂടെ നോക്കി പെണ്ണുമക്കൾ കൂടെ നല്ല ഇമ്പോർട്ടൻ്റ് പെണ്ണുമക്കളെ കൊല്ലത്തിന് ഈ വർഷം 500 മാർക്ക് ചില എടുത്തിന് കൂടെ ചിലമ ആൺമക്കൾ കുറച്ച് ഡല്ലായിപ്പോയിന്. ഈ വർഷം കൂടെ കുറേ മക്കളിൽ നല്ല പെണ്ണുകുട്ടികൾ നല്ല ഭാര്യ സംശയമുണ്ട്. 510 507 മാർക്കെല്ലാം എടുത്തിന്. ഇപ്പോൾ കൂടെ എനിക്ക് ഈ ആൺമക്കൾ പറഞ്ഞ് എനിക്ക് വല്ല അധികാരമാവണം, പെൺമക്കൾ ചെന്നാൽ എനിക്ക് ടീച്ചറാവണിട്ട് ഞാൻ കൂടെ ಅದನ್ನು ಅಭಿನಯಿಕೇನೆ. ಆಯಂಗಳ ಒಂದು ಮಾತ್ರೆ ಇದು 1 ಎಕರೆ 35 ಸೆನ್ಸ್ ಸ್ಥಳ ಮಾಂಗಿನಿ ಇದುವರೆಗೆ. ಹಜ್ಜಬ್ಬ ಎಲ್ಲಿ ಚೊಲ್ಲಿ ಯಕ್ತಿಯೂ ಅಲ್ಲ ಶಕ್ತಿಯೂ ಅಲ್ಲ, ಏದಿಕೆ ಇಲ್ಲದ ಮನುಷ್ಯ, ഒരു ರೂಪಾಯಿ ಇಲ್ಲದ ಮನುಷ್ಯ. ഹജ്ജബ്ബ ഇപ്പോൾ ഒരു പാഠപുസ്തകമാണ്. മംഗളൂരു, കുവംബു, ദാവൻഗരെ സർവകലാശാലകളിൽ ബിരുദത്തിന് ഹജ്ജബ്ബയുടെ ജീവിതപാഠം പഠിക്കാനുണ്ട്. അങ്ങനെ കുട്ടികൾ ഹജ്ജബ്ബയെ തേടി വരുന്നു. നിഷ്കളങ്കനായ ആ പച്ച മനുഷ്യന് പക്ഷെ ഭംഗിവാക്കുകൾ അറിയില്ല. അയാൾ അവർക്കെല്ലാം നല്ല മധുരനാരങ്ങകൾ നൽകി യാത്രയാക്കുന്നു. വിദ്യാഭ്യാസത്തിനും ചിലപ്പോൾ നല്ല മധുരനാരങ്ങയുടെ മധുരമുണ്ടാകുന്നത് ഇങ്ങനെ ചില സമർപ്പിത ജീവിതങ്ങൾ ബാക്കിയുള്ളത് കൊണ്ടാണ്. സെൻട്രൽ മാർക്കറ്റ് ഇസാക്കാജുണ്ട് ഉണ്ടായി. അയല കയ്യിൽ ഒരു കൂടെ വാറിഞ്ഞ് ഞാൻ കടം വാങ്ങിയിട്ട് സെൻട്രൽ മാർക്കറ്റിൻ്റെ പക്കത്ത് ചുറ്റുന്ന മനുഷ്യനാണ്. അതിൻ്റെ വൈകുന്നേരം അയല കടം വാങ്ങിയത് സെൻട്രൽ മാർക്കറ്റ് ഇസാക്കാജിൻ്റെ കടം വാങ്ങിയതിൻ്റെ വാപ്പസ് കൊടുത്തിട്ട് എനിക്ക് ഒരു 100-150 രൂപ എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടായി. അതിന് ഞാൻ ജീവിച്ചെൻ്റെ മനുഷ്യൻ ഇതുവരെയ്ക്ക് കല്ലിൻ്റെ ഒരു 25 കൊല്ലം കഴിഞ്ഞു പോയി. എൻ്റെ ജീവന 2 പെണ്ണ് 1 ആണുണ്ട് എനിക്ക്.
ഇനി ഈ ചെറിയ എല്ലാം പുറയിലാണുണ്ട് ഇപ്പത്തെല്ലാം മുമ്പേ കുറേ ഒരു ചെറുക്കണ്ണ് തെൽ പണിക്ക് പോയിന്ന് പെയിൻറ്റിൻ്റെ സ്ഥലത്ത് പോകുന്നു ഇപ്പം മുമ്പേ ഭാര്യ കുറച്ച് കൊല്ലം മുമ്പ് ബീഡി കെട്ടാണ്ടുണ്ടായി ഇപ്പോൾ ബീഡി കെട്ടാനാവുന്നില്ല ഭാര്യ സുഖമില്ല ചെറിയ ഒരു മോൾ കൂടെ സുഖമില്ല അങ്ങനെ ഇങ്ങനെയല്ല ഒരു പുറ 2 പെണ്ണ് ഒരാണുണ്ട് എനിക്ക് ഇപ്പോൾ 3 ഒരു പണിക്ക് പോകുന്നു 10-18 കൊല്ലം കഴിഞ്ഞ് പോയി പെയിൻറ്റിൻ്റെ പണിക്ക് പോയി ഞാൻ ഒരു ജീവിക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ കുറച്ച് എനിക്ക് കൂടെ ആരോഗ്യ കുറവുണ്ട് ഒരു 150 രൂപ 100 രൂപ സമ്പാദന പണ്ട് ഞമ്മൾക്ക് കൂടെ അതിൽ ഒട്ടിക്ക് ജീവിച്ചിട്ടുണ്ടായി വീട് വിദ്യാലയം തന്നെയാണ് ഹജ്ജബയ്ക്ക്. ഉള്ളതെല്ലാം സ്കൂളിനായി ചെലവിട്ടപ്പോൾ വീട്ടുകാരി ബീഡി തീർത്താണ് കുടുംബം പുലർത്തിയത്. ഒരു മകൾ രോഗിയാണ്. ഹജ്ജബ തൻ്റെ ദുഃഖങ്ങൾ മറക്കുന്നത് സ്കൂളിലെത്തുമ്പോഴാണ്. സ്കൂളിന് വേണ്ടിയല്ലാതെ ഹജ്ജബ ഇതുവരെ ആർക്കു മുന്നിലും കൈനീട്ടിയിട്ടുമില്ല. സാർ എൻ്റെ വീട്ടിൻ്റെ സംഗതി പറഞ്ഞാൽ എനിക്കിപ്പോൾ 50 ലക്ഷം തന്നാൽ നിങ്ങൾ കൂടെ എൻ്റെ വീട്ടിൻ്റെ അത്ര കട ഉണ്ട് സാർ. ഈ കയ്യിൽ 50 ലക്ഷം പിടി 50 നയ പൈസ ഇല്ലാതെ മനുഷ്യനാണ് നിങ്ങൾ കൈ മുമ്പേ എടുക്കുന്നത് ഞാൻ കാട്ടുന്നത്. അയെങ്കിലും 40 ലക്ഷം മുട്ട എനിക്ക് ഈ സ്കൂളിലേക്ക് കൂടെ തന്നെ ആർക്കാർ അതിനെ ഞാൻ ഒമ്മായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടിട്ട് വെച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ സ്കൂളിലേക്ക് ഇട്ടിന് സർക്കാർ സ്കൂളിലേക്ക് ഇട്ടിന്. അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ സംഗതി പറഞ്ഞാൽ എൻ്റെ കൊണ്ട് സാധ്യമാണ്. അള്ളാഹു അവർക്ക് ബുദ്ധി ആത്മാനം കൊടുത്തവരുണ്ടായി. ഞാൻ 1 രൂപ ഇല്ലാത്ത മനുഷ്യനാണ്. തന്നവർ നല്ലതാണ്. വീട്ടിൻ്റെ തന്നെ ഞാൻ സ്കൂളിലേക്ക് ഇട്ടിട്ടില്ല. സ്കൂളിൽ തന്നെ ഞാൻ സ്കൂളിലേക്ക് ഇട്ടത്. അതുകൊണ്ടിട്ട് എൻ്റെ കയ്യിൽ തന്നിനര് മാധ്യമ എൻ്റെ കൈൻ്റെ തോർച്ചിനര് കൈ കൊണ്ട് ബറിഞ്ഞിനര് അതേ ഒരു റിപ്പിറ്റാണ് എൻ്റേത്. ഞാൻ 1 രൂപ ഇല്ലാത്ത മനുഷ്യനാണ്. ഹരേക്കള ഹജ്ജബയുടെ അധ്വാനം മുഴുവൻ സ്ഥലത്തെ പൊതുവിദ്യാലയമായി തലയുയർത്തി നിൽക്കുന്നു. അയാളുടെ ജീവിത സമ്പാദ്യമാണത്. ഇനി അത് രാജ്യത്തിൻ്റെ പൊതുസമ്പാദ്യം. വിദ്യാഭ്യാസം സ്വാശ്രയമാക്കി ലാഭം കൊയ്യാനറിയാത്ത വിഡ്ഢിയെന്ന് നമ്മൾ മലയാളികൾ കളിയാക്കിയേക്കും. എന്നാൽ അതിർത്തിക്കപ്പുറത്ത് ലോകം വേറെയാണെന്ന് പഠിപ്പിക്കുന്നു ഹജ്ജബ. കേരളത്തിൽ ഓരോ 5 കിലോമീറ്ററിനുള്ളിലും വിദ്യാലയങ്ങൾ കെട്ടിപ്പൊക്കി കൃഷിക്കാരൻ്റെയും ചുമട്ടുകാരൻ്റെയും ദളിതൻ്റെയും ആദിവാസിയുടെയും പിന്നോക്കക്കാരൻ്റെയും മക്കളെ ഒരുമിച്ചിരുന്ന് അക്ഷരം പഠിപ്പിച്ച കേരളത്തിൻ്റെ മഹത്തായ വിദ്യാഭ്യാസ സംസ്കാരം ഇപ്പോൾ പഠിപ്പിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊന്നും ആദായകരമല്ലെന്നാണ്. അതുകൊണ്ട് മലയാളിക്ക് പൊതുവായുള്ള ഒന്നും ഇപ്പോൾ ആദായകരമല്ലെന്നിരിക്കെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളും തറവിലയും തടിക്കണക്കും നോക്കി നമുക്ക് പൊളിച്ചു വിൽക്കാവുന്നതേ ഉള്ളൂ. പഴയ പൊതുവിദ്യാലയങ്ങളെല്ലാം നഷ്ടത്തിലാക്കി റിയൽ എസ്റ്റേറ്റുകാർക്ക് പൊളിച്ചു നൽകി ഷോപ്പിംഗ് മാളുകളും കല്യാണ മണ്ഡപങ്ങളും ഉയർത്തുന്ന മലയാളി ദക്ഷിണ കർണാടകയിലെ ഒരു തെരുവ് കച്ചവടക്കാരൻ്റെ വിദ്യാഭ്യാസ സംസ്കാരത്തിനൊപ്പം എത്തണമെങ്കിൽ ഇനിയും 4 ജന്മം കൂടി ജനിക്കണം. യാത്രയിൽ കുറേയധികം കാഴ്ചകളും ജീവിതങ്ങളുമായി കേരള എക്സ്പ്രസ് കേരളാതിർത്തി കടന്നും യാത്ര തുടരുക തന്നെയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. കാത്തിരിക്കുക. ശുഭയാത്ര.